പിണറായി വിജയൻ്റെ പോലീസ് എന്നല്ല, പിണറായി വിജയനോ അല്ലെങ്കിൽ രമേശ് ചന്ദ്രൻ പ്രത്യേകം പോലീസ് ഒന്നുമില്ല. അത് കേരള പോലീസാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് നടക്കുന്ന കാര്യങ്ങൾക്ക് പീഡിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്, അത് ആഭ്യന്തരമന്ത്രിക്ക് അത്രയ്ക്ക് പവർന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് നമ്മളോട് പെരുമാറ്റ ദൂഷ്യം ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യേണ്ടത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിന് പോലീസ് മേധാവിയുണ്ട്. പോലീസ് മേധാവി കൊടുക്കുന്ന ആ ട്രെയിനിങ് ആണ് ഭാവിയിൽ അവർക്ക് ഗുണകരമാകുക. ഈ അടുത്ത കാലത്ത് നമ്മുടെ വടകരയിൽ ഒരു CPI നേതാവിനെ തല്ലി. അദ്ദേഹം പോയി കോടതി കേസ് കൊടുത്തപ്പോൾ അദ്ദേഹത്തെ CIനെ ശിക്ഷിച്ചു. 1 മാസത്തേക്കും പിന്നെ ഫൈനും ഇട്ട്. തുടർന്ന് അയാൾ CI അപ്പീൽ പോയി. പക്ഷേ CI ഇപ്പോൾ DYSP ആണ് തൃശ്ശൂർ. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നടപടി നിർബന്ധമായി എടുക്കണം. കേസുണ്ടെങ്കിലും ഇല്ലെങ്കിലും സസ്പെൻഡ് ചെയ്തതിലൊക്കെ തന്നെ ആ നടപടികൾ ഡിപ്പാർട്ട്മെൻറ്റ് നടപടി നിർബന്ധമായി എടുത്തിരിക്കണം പോലീസ്. പലപ്പോഴും പോലീസ് എടുക്കാറില്ല. അതാണല്ലോ ഈ CI ഇപ്പോൾ DYSP ആയി മാറിയത്. ധാരാളം കേസുകൾ ഇതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ആക്ഷൻ എടുക്കാതെ വെറുതെ ഇട്ട് കുറേ ആൾക്കാരുണ്ട്. ഇത്രയും കൺവിക്റ്റ് ചെയ്ത ആളെ വീണ്ടും DYSP ഒക്കെ എന്ന് പറയുമ്പോൾ എത്രത്തോളം അതിൻ്റെ പോലീസിൻ്റെ സേനയുടെ നിർവീര്യത നമുക്ക് മനസ്സിലാവല്ലോ. ഈ പോലീസ് സേനയുടെ ഇത്തരം അതിക്രമം അവസാനിക്കണമെങ്കിൽ ജനങ്ങൾക്ക് നിയമസാക്ഷരത ഉണ്ടാവണം. നിയമസാക്ഷരത ജനങ്ങൾക്കുണ്ടായാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ പോലീസിൻ്റെ ഇടപെടലിന് എതിരെ അവർ കോടതി പോകും. അങ്ങനെ കോടതി പോയാൽ ഒരുപടി കാര്യങ്ങളൊക്കെ ഒരു ശമനം കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.